നമസ്കാരം. ജിയോ, എയർടെൽ, BSNL, VI എന്നിവരുടെ ഉപയോക്താക്കൾക്ക് ആവശ്യകരമായ വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നാളെ, അതായത് ഡിസംബർ 11, 2024 മുതൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ മെസ്സേജ് ട്രേസബിലിറ്റി എന്ന പുതിയ നിയമം അവതരിപ്പിക്കാനിരിക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിറയുന്ന സ്പാം സന്ദേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിനാണ് ഈ നിയമം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതിയ നിയമം ഡിസംബർ 1 നടപ്പാക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സേവനദാതാക്കൾക്ക് തയ്യാറാകാൻ കുറച്ച് സമയം കൂടി നൽകുന്നതിനായി ഇത് പിന്നോട്ട് നീക്കിയിരുന്നു. ഒക്ടോബർ 31 ആദ്യം സമയപരിധി നിശ്ചയിച്ചിരുന്നതെങ്കിലും ടെലികോം കമ്പനികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഡിസംബർ 1 വരെ നീട്ടിയിരുന്നു. നിലവിൽ പല സ്കാം സന്ദേശങ്ങളും സ്പാമുകളും അവയുടെ ഉറവിടം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. അതാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ മാറ്റാൻ ലക്ഷ്യമിടുന്നത്. ഈ സന്ദേശങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തുന്നത് എളുപ്പമാകുന്നതിലൂടെ വഞ്ചനയിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ട്രായ് പ്രതീക്ഷിക്കുന്നത്. ഒരു മെസ്സേജ് അയക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അത് അയക്കുന്ന വ്യക്തി മുതൽ അന്തിമ ഡെലിവറി വരെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഈ പുതിയ സംവിധാനം ഉറപ്പാക്കുന്നുണ്ട്. സേവനദാതാവിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള പ്രക്രിയയിലൂടെ സന്ദേശം നീങ്ങുമ്പോൾ ടെലിമാർക്കറ്റർമാർ പോലെയുള്ള വ്യത്യസ്ത കക്ഷികളുടെ റോളുകൾ വ്യക്തമാക്കുന്ന വ്യക്തമായ ആശയവിനിമയ ശൃംഖല ഇത് സജ്ജമാക്കുന്നുണ്ട്. ഈ പുതിയ സംവിധാനം ബാങ്കിങ്ങിനും മറ്റ് സേവനങ്ങൾക്കും ഉപയോഗിക്കുന്ന OTPകൾ, അതായത് വൺ ടൈം പാസ്വേഡുകൾ പോലുള്ള പ്രധാന സന്ദേശങ്ങൾ വൈകിപ്പിക്കുമെന്ന ആശങ്കകളും ട്രായ് പരിഹരിച്ചിരുന്നു. ഈ പുതിയ നിയമത്തോടെ ആ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൃത്യസമയത്ത് എത്തുമെന്നാണ് ട്രായ് പറയുന്നത്. ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും പ്രൊമോഷണൽ സന്ദേശങ്ങളോ സ്പാമുകളോ ബ്ലോക്ക് ചെയ്യപ്പെടും. പരസ്യങ്ങളും പ്രൊമോഷണൽ സന്ദേശങ്ങളും തിരിച്ചറിയാൻ ഉപയോക്താക്കൾക്ക് വ്യക്തമായ മാർഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതിനർത്ഥം. ഈ രജിസ്ട്രേഷനായി 27,000-ലധികം ഓർഗനൈസേഷനുകൾ ഇതിനകം സൈനപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രക്രിയ വേഗത്തിലാണ്. മൊത്തത്തിൽ ഈ പുതിയ നിയമം എല്ലാവരുടെയും ആശയവിനിമയ സുരക്ഷയും സുതാര്യതയും വളരെയധികം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പാം കോളുകളും സന്ദേശങ്ങളും ഉപഭോക്താക്കൾക്ക് സൃഷ്ടിക്കുന്ന ശല്യത്തെ മുളയിലെ നുള്ളാൻ ട്രായ് ഒരുങ്ങിയിട്ടുണ്ട്. വ്യക്തിഗത നമ്പറുകളിൽ നിന്ന് ടെലിമാർക്കറ്റിംഗുമാർ സ്പാം കോളുകൾ വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്യുന്ന പക്ഷം ആ നമ്പറുകൾ ഡിസ്കണക്ട് ചെയ്യുമെന്നാണ് ട്രായ് അറിയിച്ചിരിക്കുന്നത്. സ്പാം കോളുകളും സന്ദേശങ്ങളും അയക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ട്രായ് ചെയർമാൻ പറഞ്ഞിരുന്നു. ഇതിനകം 18 ലക്ഷം നമ്പറുകൾ ഡിസ്കണക്ട് ചെയ്തു കഴിഞ്ഞു. 800 സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലികോം ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണിയാണ് സ്പാം കോളുകളും സന്ദേശങ്ങളും. സംവിധാനം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ട്രായ് വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. സ്പാം സന്ദേശങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഉപയോഗത്തിലില്ലാത്ത കണ്ടന്റ് ടെംപ്ലേറ്റുകളും ഹെഡറുകളും നീക്കം ചെയ്യാൻ സേവനദാതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രായ് ചെയർമാൻ പറഞ്ഞിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള വിളികൾക്ക് ഉപയോഗിക്കുന്ന നമ്പറുകൾ 140 സീരീസിൽ ഉൾപ്പെട്ടതായിരിക്കണമെന്നത് ട്രായ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതേസമയം ചില സമയത്ത് വാണിജ്യ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള വിളികൾ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതായിരിക്കും. സേവനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും മറ്റും ഇത് സ്വീകരിക്കേണ്ടിയും വരും. ഈ പ്രശ്നം പരിഹരിക്കാൻ സർവീസ് ട്രാൻസാക്ഷണൽ കോളുകൾക്കായി വേറെ സീരീസിൽ ഉൾപ്പെട്ട നമ്പറുകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ട്രായ് ചെയർമാൻ കൂട്ടിച്ചേർത്തു.